തസ്മാദേഷണാഭ്യുത്ഥായ ജ്ഞാനബലഭാവേന ബാല്യേന തിഷ്ഠാസേത് സ്ഥാതുമിച്ഛേ സാധനഫലാശ്രയണം ഹി ബലം ഇന്ദ്രിയേഷാം അനാത്മവിദാം തദ്ബലം ഹിത്വാ വിദ്വാൻ അസാധനഫലസ്വരൂപാത്മവിജ്ഞാനമേവ ബലം തദ്ഭാവമേവ കേവലം ആശ്രയേത്. ഇവിടെ രണ്ടു തരത്തിലുള്ള ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സാധനം, ഫലം, ഇതിനെ ആശ്രയിക്കുക. സാധനം എന്ന് പറഞ്ഞ യജ്ഞോപവീതാദി സാധനം, ഫലം സ്വർഗാദി ഫലം, ഇതിനെ ആശ്രയിക്കുന്ന ഒരു ബലം. ഇതാരാണ് അനാത്മവിത്തിന്റെ ബലം. ആത്മവിത്താണെങ്കിലോ തദ്ബലം ഹിത്വ, സാധന ഫലരൂപത്തിലുള്ള ബലത്തെ വിട്ടിട്ട് അസാധന ഫലരൂപ ആത്മവിജ്ഞാനം, ആത്മവിജ്ഞാനമാകുന്ന ബലത്തെ സ്വീകരിക്കുന്നു. അതെങ്ങനെയുള്ളതാണ്? സാധനവുമല്ല ഫലവുമല്ല, ആ സാധന ഫലരൂപം. തദ്ഭാവമേവ കേവലം ആശ്രയേ, ആത്മവിജ്ഞാനത്തെ മാത്രം ആശ്രയിക്കണം. തദാശ്രയണഹി കരണാന്വേഷണ വിഷയേനം ഹൃത്വ സ്ഥാപയിതം ന ഉത്സഹന്തേ. ആ ബലത്തെ ആശ്രയിച്ചാൽ, ആത്മവിദ്യയുടെ ബലത്തെ ആശ്രയിക്കുമ്പോൾ കരണങ്ങൾ അവനെ, ആത്മവിത്തിനെ ബലാത്കാരമായി ആ വിഷയങ്ങളിൽ അവനെ നിലനിർത്തുന്നില്ല. മറിച്ചാണെങ്കിൽ ഈ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഒരുവനെ ബലാൽ കൊണ്ടുപോവുകയാണ് വിഷയങ്ങളിലേക്ക്. ആത്മബോധം കൊണ്ട് അതിന് തടയാൻ കഴിയുന്നു. ജ്ഞാനബലഹീനം ഹി മൂഢം ദൃഷ്ടാദൃഷ്ട വിഷയായാം ഏഷണായാം ഇവയേനം കർണാനെന്ന് യോജയന്തി. അത് വിശദമാക്കുന്നു. ജ്ഞാനബലമില്ലാത്തവൻ, ജ്ഞാനബലം കൊണ്ടാണ് ഇതിൽ വിഷയങ്ങളിൽ നിന്നും ഒരുവൻ മാറേണ്ടത്. ദൃഷ്ടാദൃഷ്ട വിഷയായാം ഏഷണായാം, ദൃഷ്ടാദൃഷ്ട രൂപത്തിലുള്ള ഏഷണകളിൽ ഇവനെ കരണങ്ങൾ അവനെ നിയോഗിക്കുന്നു. ജ്ഞാനബലം ഇല്ലാത്തവൻ. എന്ത് ജ്ഞാനബലം? ഈ പറയുന്ന സ്വരൂപബോധം, ആ ബലത്തെ വിശദീകരിക്കുന്നു. ബലം നാമാത്മവിദ്യാശേഷ വിഷയ ദൃഷ്ടി തിരസ്കരണം. ഇവിടെ ആദ്യം പറഞ്ഞ പാണ്ഡിത്യത്തെക്കുറിച്ച്. പാണ്ഡിത്യത്തെക്കുറിച്ച് പറഞ്ഞ അവിടെ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ഞാൻ, ശ്രവണത്തിൽ നിന്ന് അതിന് പറഞ്ഞു സാമാന്യമായി ആ പദപദാർത്ഥങ്ങൾ അറിയാമെന്നുള്ളവന്, അതിന്റെ പരസ്പര ബന്ധത്തെ അറിയാം എന്നുള്ള ഒരാളിന് അവിടെ തത്വമസി തുടങ്ങിയ ഉപദേശങ്ങളുടെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയും. ആ താല്പര്യം സ്വസ്വരൂപമാണ്. തന്റെ നിത്യമുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതവന് ഗ്രഹിക്കാൻ കഴിയും. തത്വജ്ഞാനം, ആത്മജ്ഞാനം, ആത്മബോധം. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നു ജ്ഞാനബലം, ബാല്യം. ഇത് മനനത്തിന് വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഈ തത്വത്തെ ശ്രവിക്കുന്നവര് അല്ലെങ്കിൽ ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നവര്, ശ്രവണ മനന നിധ്യാസനം ഇതനുഷ്ഠിക്കുന്നവർ തന്നെ സാധാരണ പറയാറുള്ള കാര്യമാണ്. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായി, നീ ആത്മാവാണെന്നാണ് ബോധിപ്പിച്ചത്, ശരി, എനിക്കത് മനസ്സിലായി. പക്ഷേ വിട്ടുപോകുന്നു, അതിന് നിൽക്കാൻ കഴിയുന്നില്ല. എപ്പോൾ വിട്ടുപോകുന്നു? വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ, വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ താൻ എന്താണോ ധരിച്ചത് അത് മറന്നുപോകുന്നു, ആത്മവിസ്മൃതി സംഭവിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരു പരാതിയോ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമോ അല്ല. എന്റെ മുമ്പേ ഇരിക്കുന്നത് ഇന്ന വസ്തുവാണ്, ഇത് പുസ്തകമാണെന്ന് ഒരാൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് വാച്ചാണെന്നൊരാൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ശരി, മറിച്ച് ആ ബോധം ഉണ്ടായതിനു ശേഷം മറിച്ചൊരു ബോധം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ എന്ന് പറയുന്ന സ്വസ്വരൂപം എന്ന് പറയുന്നത് ഒരുവനെ സംബന്ധിച്ച് അത് അതീന്ദ്രിയമായിരിക്കുന്നു, അല്ലെങ്കിൽ അജ്ഞേയമായിരിക്കുന്നു, ഇന്ദ്രിയ അവിഷയമായിരിക്കുന്നു, ആ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബോധം, അവിദ്യാരൂപത്തിലുള്ള അവന്റെ ബോധം വിപരീയമാണ്. അവൻ ശരീരത്തിൽ ആത്മബുദ്ധിയോടുകൂടിയിരിക്കുകയാണ്. അത് അനാത്മ വിവേകം നടത്തുമ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാകുന്നത് താൻ ഇതുവരെയും ധരിച്ചിരുന്നത് ഈ ശരീരത്തെയാണ് താൻ ആത്മാവാണെന്ന് ധരിച്ചത്. ഒരു മൂഢനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. മൂഢനെ സംബന്ധിച്ചിടത്തോളം അനാത്മ വിവേകമില്ല. അതുകൊണ്ട് ആത്മാവ് എന്താണെന്നൊരു ചോദ്യമില്ല. ആത്മാവ് ശരീരമാണോ, മനസ്സാണോ, പ്രാണനാണോ, ബുദ്ധിയാണോ, ഇത്തരം ചോദ്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മൂഢൻ. അവൻ തന്നെ ഗ്രഹിക്കുന്നു ശരീരമായും മനസ്സായും, അല്ലെങ്കിൽ ശരീരേന്ദ്രിയ മനസ്സിന്റെ സംഘാതമായും. അവിടെ വിവേകം ചെയ്യാതെ, വേർതിരിച്ചറിയാതെ അവൻ താൻ എന്നുള്ള ബോധത്തിൽ തന്നെക്കുറിച്ച് നാമരൂപത്തോടുകൂടി നാം ഈ രൂപം, ഈ വസ്തു, ഈ പിണ്ഡം ഇങ്ങനെ തന്നെക്കുറിച്ച് ധരിച്ച് താൻ ജനിച്ചവനും മരിച്ചവനും ആണ് എന്ന് കരുതി അവൻ പോകുന്നു. അവനെ സംബന്ധിച്ച് ശരീരാത്മബോധമോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധമോ ഒന്നുമില്ല. അത് അവന്റെ ചിന്തയ്ക്ക് വിഷയമേ അല്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുമില്ല. മൂഢനെ സംബന്ധിച്ച് ഇവിടെ ഒരു സമസ്യകളുമില്ല. അല്ലെങ്കിൽ ശിശുവിനെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാം. ഒരു ശിശുവിനെ സംബന്ധിച്ച് ഒരിക്കലും ശിശു ചിന്തിക്കാറില്ല ശരീരമാണോ താൻ, അല്ലെങ്കിൽ ആത്മാവാണോ. അത്തരം സമസ്യകൾ അവിടെയില്ല, ചോദ്യങ്ങളില്ല, സമാധാനത്തിന്റെ ആവശ്യമില്ല. അത് അജ്ഞന്റെ സ്ഥിതി. അതേസമയം മറ്റൊരുവനോട് ഇത് ബോധിക്കുമ്പോൾ അവൻ വിവേകിയാകുന്നു. അതുവരെ അവൻ അജ്ഞനായിരുന്നു. ആ വിവേകിയെ സംബന്ധിച്ച് ബാഹ്യമായ വസ്തുക്കളെ ബോധിക്കുന്നത് പോലെയല്ല. കാരണം അവനവിടെ വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്യുമ്പോൾ അവന് മനസ്സിലാകുന്നു, ഈ ശരീരാത്മബോധം ഇതാണ് താൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് ശരീരബോധമാണ്. താനെന്ന് തന്നെക്കുറിച്ച് ധരിച്ചിരുന്നത് ശരീരബോധമാണ്. എന്നാൽ ആ വിവേകിയാണ് തിരിച്ചറിയുന്നത്, മൂഢനല്ല. മൂഢന് വ്യവഹാരത്തിന് സാമാന്യജ്ഞാനം മതി. അതിന് വിശേഷിച്ചൊരു ശരീരാത്മബോധമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആരാണോ ഇത് ശ്രവിക്കുന്നത്, ശരീരഭിന്നമായ ഒരു ആത്മാവുണ്ടെന്ന് ധരിക്കുന്നത്, അവനാണ് പിന്നെ ശരീരത്തിലാണല്ലോ തന്റെ ബുദ്ധി, താൻ ഈ ശരീരത്തെയാണല്ലോ ആത്മാവാണെന്ന് ധരിച്ചത് എന്നുള്ള ചിന്തയുണ്ടാകുന്നത്. അപ്പോൾ അത് പറയുന്നതിന്റെ താല്പര്യം, അത് പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അതെന്തിന്റെ ഫലമാണ്? ശരീരമാണ് താൻ എന്നുള്ള ബോധം വരുന്നത്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ വിവേകത്തിന്റെ പ്രാരംഭാവസ്ഥയിലാണ്. അല്ലെങ്കിൽ അവനത് ചിന്തിക്കുന്നില്ല. അവൻ തന്നെക്കുറിച്ച് വിശേഷമൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം ജീവനും ഈ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇങ്ങനൊരു ചിന്ത കൂടാതെയാണ്. താൻ ശരീരമാണോ മറ്റെന്തെങ്കിലുമാണോ അന്ന് ചിന്തിക്കാറില്ല. എന്തിന്? വ്യവഹാരത്തിന് അത് ആവശ്യമില്ല. വ്യവഹാരത്തിന് തന്നെക്കുറിച്ചുള്ള ഒരു ബോധം മതി, താനെന്നുള്ള ഒരു ബോധം. അത് ശരീരമാകാം, മറ്റെന്തെങ്കിലും ആകാം. പക്ഷെ എപ്പോഴാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, അപ്പോൾ അവൻ ചിന്തിക്കുന്നു, എന്താണ് ഇതുവരെ താൻ ഇതിനെ ധരിച്ചിരുന്നത് ശരീരമായിട്ടാണ്. ഇപ്പോ ബോധിപ്പിക്കുന്നു എന്താണ്? നിന്റെ സ്വരൂപം നിത്യമുക്തമാണ്. അവിടെ മുതലാണ് ശരീരബോധത്തെക്കുറിച്ച് അവൻ വേർതിരിച്ചറിയുന്നത്. വിവേകം അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ആ വിവേകം നടക്കുന്ന സമയത്ത് രണ്ട് ബുദ്ധിയും വരും, സ്വാഭാവികമാണ്. ആ ശ്രുതിയുടെ താല്പര്യത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അവന് തോന്നും, എന്റെ സ്വരൂപം പരമാർത്ഥമാണ്, നിത്യമുക്തമാണ്. അത് വിസ്മരിച്ചിരിക്കുമ്പോൾ, ആ ശ്രുതി താല്പര്യത്തെ വിസ്മരിച്ചിരിക്കുമ്പോൾ അവൻ പഴയതുപോലെ തന്നെ അജ്ഞാവസ്ഥയിലുള്ളതുപോലെ തന്നെ ശരീരബോധത്തിൽ, അജ്ഞാവസ്ഥയിൽ വിവേകശൂന്യമായി പ്രവർത്തിക്കുന്നു. ഇവിടെ അവൻ ശരീരബോധം വരുമ്പോൾ അവൻ ചിന്തിക്കുന്നു, ഇത് ശരീരബോധമാണ്. അവൻ അറിയുന്നു, ഇപ്പം എനിക്കുണ്ടായിരിക്കുന്ന ശരീരബോധമാണ്. എന്തുകൊണ്ട്? ഈ ശരീരമാണെന്നുള്ള ബോധം വരുന്നു. ആ ശരീരബോധത്തിനനുസരിച്ച് എനിക്ക് ക്ഷുത്പിപാസാദികളെല്ലാം വരുന്നു, കാമക്രോധാദികൾ വരുന്നു.
അവിടെ ശരീരധർമ്മം ഇന്നതാണ്, പ്രാണധർമ്മം ഇന്നതാണ്, മനോധർമ്മം ഇന്നതാണ് എന്നെല്ലാം അവൻ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ശ്രവണത്തിന് ശേഷം ശരീരബോധവും അതിനെ തുടർന്നുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുണ്ടായേ പറ്റൂ. അത് വിവേകത്തിന്റെ പ്രാരംഭമാണ്. അതിലേക്ക് പിന്നെ എന്താ വിവേകം? കേവലമായ ഏകമായ ജ്ഞാനമുള്ളിടത്ത് വിവേകമില്ല. വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനെ മറ്റൊന്നിൽ നിന്നും തിരിച്ചറിയുന്നതാണ്. അതാണ് വിവേകം. അനാത്മവിവേകം എന്നല്ലേ അറിയുന്നു. അനാത്മവിവേകത്തിന് എന്ത് വേണം? അവൻ ആത്മാവിനെ കുറിച്ചുള്ള ബോധവും വേണം, ആത്മഭിന്നമായ അനാത്മാവിനെ കുറിച്ചും ബോധം വേണം. അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രാരംഭത്തിൽ ബോധിപ്പിക്കുന്നത്? നിന്റെ സ്വരൂപം ഇന്നതാണ്, നിന്റെ സ്വരൂപം പരമാർത്ഥമാണ്. പിന്നെ ഇതുവരെയുള്ള എൻ്റെ അനുഭവം അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമല്ല, മറിച്ച് പരമാർത്ഥമല്ലാത്ത ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധമാണ്. അപ്പോൾ അവിടെ അനാത്മ വിവേകം വരും. ഇതിന്റെ ആരംഭമാണ്. അതുകൊണ്ട് തത്വത്തെ ശ്രമിക്കുന്ന ഒരാളിന് ശരീരബോധം ഉണ്ടാകുന്നു. ശരീരബോധത്തെ തുടർന്ന് ശരീരാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് രാഗദ്വേഷങ്ങളുണ്ടാകുന്നു, കാമക്രോധങ്ങളുണ്ടാകുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ അത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നേ തീരൂ. അതുകൊണ്ടാണ് പാണ്ഡിത്യം എന്ന് പറയുന്നതിന് ഇവിടെ പറഞ്ഞ എന്താണ്? ആപാതജ്ഞാനം, സാമാന്യമായ ജ്ഞാനം. അവനങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. അതിന് അവശ്യം ഭാവിയായി വരുന്നതാണ് ശരീരബോധവും പ്രപഞ്ചബോധവും ഈ പറയുന്ന മറ്റു തരത്തിലുള്ള നാനാത്വബോധവും എല്ലാം. അവിടെ അത് സ്വാഭാവികമായും വന്നു ചേരുന്നുണ്ട്. അതൊരാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ശ്രവണത്തിൽ അത് ഒഴിവാകണമെന്ന്. അതെന്തുകൊണ്ട് ഒഴിവാകുന്നില്ല? ഇത് പുസ്തകമാണെന്നൊരാൾ പറഞ്ഞെന്ന് ധരിച്ചു. അവിടെ അയാൾക്ക് വ്യക്തമായ ബോധമുണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇതിനയാൾ മുമ്പ് മറ്റൊരു തരത്തിൽ ധരിച്ചിരുന്നില്ല, അറിയില്ലായിരുന്നു. ഒരാളോട് ചോദിച്ചത് എന്താണ്? പുസ്തകമാണ്. ശരി, അയാൾ ധരിക്കുന്നു. മുമ്പ് ഇതിനെ സംബന്ധിച്ച് മറിച്ചൊരു ജ്ഞാനമില്ല. ഇതങ്ങനെയല്ല. അജ്ഞനായിരിക്കുന്ന ഒരുവൻ ഇതിനെ മറുതരത്തിലാണ് ധരിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഇതിനെ ആത്മാവായി ധരിച്ചിരുന്നില്ല. തന്റെ സ്വരൂപം എന്താണെന്ന് അവൻ ധരിച്ചിരുന്നില്ല. എന്നാൽ അവന് ശരീരബോധം ഉണ്ടായിരുന്നു. ആ ശരീരബോധത്തിലാണ് അവൻ ഞാനെന്ന അതിന് അവിടെ വിവേകമില്ലെന്നേ ഉള്ളൂ. ശരീരം ഇന്നതാണ്, ആത്മാവ് ഇന്നതാണെന്നുള്ള വിവേകം കൂടാതെ മൂഢമായി ഈ സംഘാതത്തിൽ, ഈ പിണ്ഡത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് അവൻ പ്രവർത്തിച്ചിരുന്നത്. അതുവരെയുള്ള അവന്റെ അനുഭവത്തിന് വിരുദ്ധമായൊരു ജ്ഞാനമാണ് ഇപ്പോൾ പറയുന്നത്. ശരീരത്തിന് അന്യമാണ്, ശരീരത്രയത്തിന് അന്യമാണ്, പഞ്ചകോശങ്ങൾക്ക് അന്യമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും വരുന്നു അവിടെ വിപരീത ബുദ്ധി അപ്പോൾ കൂടുതൽ ദൃഢമാകുന്നു. അത് പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇടത്ത് ഇവിടെ പറഞ്ഞ എന്താണ്? ജ്ഞാനബലത്തെ ആശ്രയിക്കുക. ഏതൊരു ജ്ഞാനമാണോ ശ്രവണത്തിലൂടെ ഉള്ളിൽ ഉണ്ടായത്, ആ ജ്ഞാനത്തിന് ബലം വേണം. എന്തിനു വേണ്ടിയാണ് ആ ബലം? എന്താണ് ആ ബലം? അതാണ് പറയുന്നത്. ബലം നാമ ആത്മവിദ്യ അശേഷ വിഷയദൃഷ്ടി തിരസ്കരണം. വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക. അതിനു വേണ്ടിയിട്ട് അത് സഹജമായും സ്വാഭാവികമായും ആത്മബോധത്തെ തുടർന്ന് ഒരുവനിൽ ഉണ്ടാകുന്നതാണ്. ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പറയുന്നത് ഞാൻ ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം ചെയ്യുന്നു. ചെയ്തിട്ടും വീണ്ടും ഇതുണ്ടാകുന്നുണ്ടല്ലോ. ഉണ്ടാകും. കാരണം ശ്രവണം, മനനം, നിധ്യാസനം എല്ലാ സ്ഥലത്തും എന്താ ചെയ്യുന്നത്? അനാത്മവിവേകം ചെയ്യുകയാണ്. അപ്പോൾ ആത്മബോധത്തോടൊപ്പം തന്നെ അവിടെ അനാത്മബോധവും അതിന്റെ ഒരു ഭാഗമാണ്. ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. ശരീരബോധമില്ലാത്ത ഒരുവനും എന്താ അനാത്മവിവേകം? കേവലമായ ആത്മബോധമാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ അനാത്മവിവേകം ഉള്ളപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വിവേകം ആവശ്യമാണ്. ആ വിവേകത്തിൽ ശരീരബോധം ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ജ്ഞാനബലം കൊണ്ട്, ബലമെന്ന് പറയുന്നത് ആ ശ്രവണത്തിൽ നിന്ന്
അവൻ ലഭിച്ച ആ പരമാർത്ഥ ബോധം കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിക്കും. എന്ന് പറഞ്ഞാൽ ഒരുവൻ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തന്നെ സുഷുപ്തിയിൽ വിവേകമില്ല, അവിടെ ആത്മബോധവുമില്ല, അനാത്മബോധവുമില്ല. ജാഗ്രതത്തിലേക്ക് വരുന്നത് തന്നെ ഗുരുവിന്റെ ജാഗ്രത എന്ന് പറയുന്നതിന്റെ വിഷയദൃഷ്ടിയാണ്. അതിൽ മുഖ്യമായി വരുന്നത് എന്താണ്? ശരീരബോധമാണ്. തൻ ശരീരമാണ്. വിശേഷിച്ചും ഈ തത്വത്തെ ശ്രവിച്ചതിന് ശേഷം, തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷം ഒരാൾ തന്റെ ജാഗ്രതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു ഇത് ശരീരബോധമാണ്. ഇപ്പോൾ ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ശരീരബോധം അതാണ് പ്രഥമമായ വിഷയദൃഷ്ടി. താൻ ഈ ശരീരമാണെന്നറിയുക. അശ്വമയുടെ അയാൾക്ക് ആത്മബോധം ഉണ്ടെന്നുകൊണ്ട് അയാൾ തത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ വിഷയദൃഷ്ടിയുണ്ട്. രണ്ടും ഒരുമിച്ചായിരിക്കുന്നു. എങ്ങനെയാണോ ആത്മദൃഷ്ടി അതുപോലെ വിഷയദൃഷ്ടി. ആത്മദൃഷ്ടിക്ക് അയാൾക്ക് ശ്രുതി ആശ്രയിക്കേണ്ടി വന്നു, ആചാര്യ ആഗമത്തെ ആശ്രയിക്കേണ്ടി വന്നു. വിഷയദൃഷ്ടിക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ടി വന്നില്ല. സഹജമായി തന്നെ ഉണർവിലേക്ക് വന്നപ്പോൾ ശരീരബോധത്തോടുകൂടി വന്നു. അപ്പോൾ തത്വം ശ്രവിച്ചതിന് ശേഷം ഒരാൾക്ക് ആത്മബോധം ഉണ്ടായിരിക്കെ തന്നെ ശരീരബോധം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ തിരസ്കരിക്കുക. എന്തുകൊണ്ടേ തിരസ്കരിക്കാൻ പറ്റൂ? താൻ പരാതിപ്പെടുന്ന, വിസ്മരിച്ചു എന്ന് താൻ പരാതിപ്പെടുന്ന ആത്മബോധം കൊണ്ട്. അപ്പോൾ ആ ശരീരബോധത്തിന്റെ സ്ഥാനത്ത് അയാൾ വിസ്മരിച്ചുപോയ ആത്മബോധത്തെ കൊണ്ടുവരുന്നു. താൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ് എന്ന് തന്നെക്കുറിച്ച് ധരിക്കുമ്പോൾ അവിടെ വിഷയദൃഷ്ടി, ശരീരദൃഷ്ടി ഇല്ലാതാകുന്നു. അതിന് തിരസ്കരിക്കപ്പെടുന്നു സ്വാഭാവികമായി. ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന്. ശരീരബോധത്തിന്റെ സ്ഥാനത്ത് ആത്മബോധത്തെ കൊണ്ടുവരുന്നതാണ് ആ വിഷയദൃഷ്ടിയുടെ തിരസ്കരണം എന്ന് പറയുന്നത്. പക്ഷെ വീണ്ടും അങ്ങനെ വരുമ്പോഴും ഇത് ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് പുസ്തകമാണെന്ന് ബോധിപ്പിച്ചപ്പോൾ മറ്റൊരു തരത്തിൽ അവിടെ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണോ ഒരു വസ്തുവിന്റെ വാസ്തവ സ്വരൂപത്തെ ഒരാൾ ബോധിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ ഗ്രഹിക്കുന്നതിന് വേറെ തടസ്സമില്ല. ഇതിന്നതാണെന്ന് ബോധിപ്പിച്ചാൽ ഇതിന്നതാണ് എന്ന് ബോധിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരത്തെ തന്നെ വിപരീത ബുദ്ധിയിലാണ്. നേരത്തെ താൻ നിത്യശുദ്ധനാണെന്നുള്ള ബോധത്തിലുള്ള ഇതുവരെ വ്യവഹാരം നടന്നത്. അങ്ങനെ ഒരു അറിവുണ്ടായിട്ടില്ല. മറിച്ചൊരു ബുദ്ധിയാണ്. ഈ സംഘാതത്തിലായിരുന്നു തന്റെ ആത്മബോധം. അതിനെ മാറ്റണം. ഇവിടെ യത്നം ആവശ്യമാണ്. മനന രൂപത്തിലുള്ള യത്നം ആവശ്യമാണ്. ഇവിടെ ചോദിക്കുന്ന ഒരു വസ്തുവിന്റെ പരമാർത്ഥ ഭാവത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിപര്യം ഉണ്ടാകുമെന്നാണ്. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിന്റെ പരമാർത്ഥം ഇത് ഇന്നതാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിപര്യം ഉണ്ടാകാറില്ലല്ലോ. ഇവിടെ ഇതിനെ മറ്റൊരു തരത്തിൽ ധരിക്കാത്തതുകൊണ്ടാണ് അതുണ്ടാകാത്തത്. മറിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. തന്റെ സ്വരൂപം നിത്യമുക്തമെന്നല്ല ഇതുവരെ ധരിച്ചിരുന്നു. പിന്നെന്താണ് ഈ സംഘാതം? അത് ശരീരമെന്നോ മനസ്സെന്നോ ബുദ്ധിയോ ഒന്നും വിവേചിക്കാതെ ഞാൻ ഇന്ന പേരോടുകൂടിയവൻ, ഇന്ന രൂപത്തോടുകൂടിയവൻ എന്ന് ധരിച്ചിരുന്നതുകൊണ്ട് ഇവിടെ ആത്മബോധത്തിന് ശേഷവും മനനത്തിന്റെ ആവശ്യമുണ്ട്. ഈ വിപരീത ബുദ്ധി ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളിതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രവണം എന്ന് പറയുമ്പോൾ അതൊന്ന് വേറെയാണ്. മനനം എന്ന് പറയുമ്പോൾ അത് രണ്ടാമത് വേറൊന്നാണ്. നിധ്യാസനം എന്ന് പറയുന്നത് മൂന്നാമത് വേറൊന്നാണെന്ന് അങ്ങനെയല്ല. ശ്രവണ, മനന, നിധ്യാസനങ്ങളെല്ലാം ഏകരൂപത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രവണം നടക്കുന്നിടത്ത് തന്നെ മനനവും സംഭവിക്കുന്നുണ്ട്. തത്വമസി എന്ന് പറയുന്ന ആ ശബ്ദം കർണപുടങ്ങളിൽ പതിയുന്നത് മാത്രമല്ല ശ്രവണമെന്ന് പറയുന്നു. ശ്രവണത്തിന് തന്നെ പറയും എന്താണോ? ശ്രുതിയുടെ ശ്രവണത്തിനെ കുറിച്ച് പറയും താത്പര്യ നിർദ്ധാരണമാണ് ശ്രവണം എന്ന് പറയും. അപ്പൊ ശ്രവണം എന്ന് പറയുന്നത് മനനം കൂടാതെ ഒരു ശ്രവണമില്ല. ശ്രവണത്തിന്റെ ഭാഗമാണ് മനനം. ആ
നിധ്യാസനം കൂടാതെ ഒരു മനനമില്ല. ശ്രവണ മനന നിധ്യാസനം, അതിന്റെ നിർദ്ധാരണം എന്ന് പറയുമ്പോൾ നിധ്യാസനമാണ്. അപ്പോൾ എപ്പോഴാണോ ഇതിന്റെ പ്രഥമ ശ്രവണം നടക്കുന്നത് തത്വത്തിന്റെ, ആ സമയത്ത് തന്നെ ശ്രവണം മാത്രമല്ല നടക്കുന്നത്. തത്വശ്രവണം എന്ന് പറയുമ്പോൾ കേവലം ശബ്ദത്തെ ശ്രവിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. താൻ എന്താണ് എന്നുള്ളതിനവിടെ നിശ്ചയിക്കുന്നു. അപ്പോൾ ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം നടക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് കൊണ്ടാണ് തനിക്കൊരു ബോധം ഉണ്ടാകുന്നത്. എന്താണ്? താൻ ഈ ശരീരമല്ല, നിത്യസ്വരൂപമാണ്. ബാഹ്യമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നത് പോലെ തന്റെ പരമാർത്ഥത്തെ തന്നെ ശ്രുതി ബോധിക്കുകയാണ്. പക്ഷെ അവിടെ ബാഹ്യമായ വസ്തുവിനെ ബോധിക്കും പോലെ ബോധിക്കാൻ പറ്റുന്നില്ല. ശ്രുതി ബോധിക്കുമ്പോൾ ഞാൻ നിത്യസ്വരൂപമാണെന്ന് ബോധിച്ചാലും മറിച്ച് മുമ്പ് മറ്റു തരത്തിലുള്ള ബോധങ്ങളുള്ളതുകൊണ്ട് ഈ ബോധത്തെ വിസ്മരിച്ചു പോകുന്നു. ആണ് തത്വവിസ്മരണം എന്ന് പറയുന്നത്. അത് സ്മരിച്ചിട്ട് വിസ്മരിക്കുകയല്ല, തത്വബോധം വിട്ടുപോകുന്നു. അതാണ് വിസ്മരണം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ ഓർത്തിട്ട് മറക്കാം, അങ്ങനെ സംഭവിക്കും. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ കാണാതെ പഠിക്കുന്നു, മനഃപ്പാഠം ചെയ്യുന്നു. അതിനാണ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്. കണ്ടു തന്നെയാണ് പഠിക്കുന്നത്, പക്ഷെ മനഃപ്പാഠം ചെയ്യുന്നു. മനഃപ്പാഠം ചെയ്ത് മനസ്സിലത് വയ്ക്കുന്നു, നല്ല ബലമാക്കി വയ്ക്കുന്നു. മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, ഓർക്കാൻ ശ്രമിക്കാൻ കിട്ടുന്നില്ല. പിന്നെ വളരെ ശ്രമിച്ചത് ഓർത്തെടുക്കുന്നു. ശരി, ഓർത്ത് മനസ്സിൽ വയ്ക്കുന്നു. വീണ്ടും കുറച്ചു കഴിഞ്ഞ് വ്യവഹാരത്തിൽ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്താണോ ഓർത്തത് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ സ്മൃതിയുടെ ഭ്രംശം സംഭവിക്കുന്നു. അതിന് സ്മൃതിഭ്രംശം എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നു. സ്മൃതിയുടെ ഭ്രംശമല്ല. ഏതൊരു ബോധമാണോ തന്നിലുണ്ടായത് അത് സ്മൃതിയല്ല, അനുഭവമാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു, താനതിനെ ശ്രവിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നു. ഇതൊരു അനുഭവമാണ്, ഇതൊരു സ്മരണയല്ല. എന്തുകൊണ്ട്? സ്മൃതി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് സ്മൃതി. ഇന്നലെ ആനയെ കണ്ടു, ഇന്ന് അതിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അതിന്റെ സ്മരണയാണ്. എന്തുകൊണ്ട്? ആന ഇന്നലെ ആയിരുന്നു. ഇവിടെ വിഷയമെന്ന് പറയുന്നത് ഭൂതമല്ല, വർത്തമാനമല്ല, ഭാവിയല്ല, എല്ലാമാണ്. അത് ത്രികാലത്തിലും സ്ഥിതി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പരമാർത്ഥ വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഇതിനെ നമ്മളിപ്പോൾ പരമാർത്ഥമെന്ന് ധരിച്ച് ബോധിക്കുന്നത് പോലെ ശ്രുതിയും ബോധിപ്പിക്കുന്ന എന്താണ്? തന്റെ പരമാർത്ഥത്തെക്കുറിച്ചാണ്. ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് അത് സ്മൃതിയല്ല, മറിച്ച് എന്താണ്? അനുഭവമാണ്. എന്തുകൊണ്ട്? ആ പരമാർത്ഥ വസ്തു എല്ലാ കാലത്തിലും നിലനിൽക്കുന്നതാണ്, കാലാതീതമായി നിലനിൽക്കുന്നതാണ്. പിന്നെ അതിന്റെ സ്മൃതി എങ്ങനെ ഉണ്ടാകും? ഇന്നലെ കണ്ട വസ്തു ഇന്നലെ ആയതുകൊണ്ടാണ് ഇന്ന് സ്മൃതി ഉണ്ടാകും. ഇപ്പോൾ എന്റെ മുമ്പിലിരുന്ന ഇത് ഞാൻ ഇന്നതാണെന്ന് അറിയുമ്പോൾ ഇതെങ്ങനെ സ്മൃതിയാകും? അതിനാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് എന്റെ മുമ്പിലിരിക്കുന്ന പരമാർത്ഥമായ വസ്തുവാണ്. അതുപോലെ സദാ അപരോക്ഷമായിരിക്കുന്ന സ്വസ്വരൂപത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധം എന്ന് പറയുന്നത് സ്മൃതിഭ്രംശമല്ല. ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥ ബോധമാണ്. ആ ബോധം പക്ഷേ ഇല്ലാതാകുന്നു, നഷ്ടപ്പെട്ടു പോകും. എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? അടുത്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ ശരീരബോധം കടന്നു വരുമ്പോൾ അത് ഈ ബാഹ്യമായ വിഷയത്തിൽ കുറിച്ചുള്ള ബോധം പോലെയല്ല. ഈ ബോധം ഇത് പുസ്തകം എന്ന് പറഞ്ഞാൽ പിന്നെ മാറുന്നില്ല. കാരണം ഇതിന് മറ്റൊരു വിപരീത ബുദ്ധി ഉണ്ടായിരുന്നില്ല. മറ്റേതെങ്കിലും ഒരു വിപരീത ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ തുടർന്ന് വീണ്ടും സംശയം വരാം. മുമ്പ് ഇതിനെ ഒരു തുണിയായിട്ട് ധരിച്ചിരുന്നു, ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് പുസ്തകമാണ്. അടുത്ത സംശയം വരാം, എന്താണ് അത്? തുണിയാണോ അതേ പുസ്തകമാണോ? മുമ്പ് ഞാൻ ധരിച്ച അങ്ങനെയാണ്, ഇപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്. വാസ്തവം എന്താണ്? പക്ഷെ ഇതങ്ങനെയല്ല.
ഇതിനെക്കുറിച്ച് മറ്റൊരു ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഒരാൾ ബോധിപ്പിക്കുകയാണ് ഇത് ഇന്നതാണോ, ശരി ഇന്നതാണെന്ന് ബോധിപ്പിക്കുന്നു. അവിടെ സംശയമില്ല, വിപര്യമില്ല. പക്ഷെ ആത്മവസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ചുള്ള ബോധം ഇന്നുവരെ ഈ തത്വത്തെ ശ്രവിക്കുന്നതുവരെ, തത്വത്തിന്റെ ശ്രവണ മനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കുന്നതുവരെ മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തത്വബോധത്തിന് ശേഷം, ശ്രുതിയിൽ നിന്നുള്ള തത്വബോധത്തിന് ശേഷം വിപരീത ബുദ്ധി വരുന്നത് അവശ്യം ഭാവിയാണ്. അതുകൊണ്ട് തന്നെ മനനവും അവശ്യം ഭാവിയാണ്. മനനം കൂടിയേ തീരും. അപ്പോൾ മുമ്പ് ഈ ബോധം ഉണ്ടാകുന്നതിന് ശ്രവണം, മനനം, നിധിധ്യാസനം എല്ലാം വേണ്ടി വന്നു എന്നുള്ളത്. അങ്ങനെയാണ് താല്പര്യത്തെ അവധാരണം ചെയ്ത ഞാൻ നിത്യമുക്തനാണ്, എന്റെ സ്വരൂപം മുക്തിയാണ് എന്ന് താല്പര്യം നിർദ്ധാരണം ചെയ്തു. ശരി, പിന്നെ വീണ്ടും എന്താ പറയുന്നത്? മനനമെന്നോ ശ്രവണം വേണ്ടേ? അതാണ് അവിടെ മനനമെന്നോ ശ്രവണമെന്നോ വേർതിരിക്കാൻ വയ്യ. വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. വീണ്ടും ആ വിചാരം തന്നെയാണ് ആവർത്തിക്കുന്നത്. മുമ്പ് ഏതൊരു വിചാരമാണോ ചെയ്തത് അത് ആവർത്തിക്കുന്നു. എന്തിനാവർത്തിക്കേണ്ടി വരുന്നു? ഇവിടെ ആ വിചാരം ചെയ്തപ്പോൾ തന്നെ സംബന്ധിച്ച് ഏതൊരു നിശ്ചയമാണോ ഉണ്ടായത്? ഞാൻ മുക്തസ്വരൂപനാണ്, നിത്യമുക്തനാണ്. അതിനെ ബാധിച്ചുകൊണ്ട് അടുത്തൊരു ജ്ഞാനം വന്നു. തൽക്കാലത്തേക്ക് അതിനെ മാറ്റിവെച്ചുകൊണ്ട്. അവിടെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനും തെറ്റിദ്ധാരണ വരരുത്. സാധാരണ രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടായി, വെളിച്ചം വന്നു, അത് കയറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഇതുവരെ ഉണ്ടായിരുന്നത് സർപ്പമായിരുന്നില്ല, മറിച്ച് രജ്ജുവാണ് എന്നുള്ള ബോധം ഉണ്ടാകും. അതുപോലെ ഇവിടെ തത്വശ്രവണത്തിൽ നിന്ന് തന്റെ സ്വരൂപത്തെക്കുറിച്ചൊരു ബോധമുണ്ടായി. എന്തുകൊണ്ട്? അത് പരമാർത്ഥമാണ്. ശ്രുതി ഇത്രേ ചെയ്യുന്നുള്ളൂ, പരമാർത്ഥമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നു, നിത്യസിദ്ധമായിരിക്കുന്ന വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അത് മറ്ററിവുകളെ പോലെയല്ല, വിഷയങ്ങൾ മാറി മറിഞ്ഞു പോകുന്ന മറ്റു അറിവുകളെ പോലെയല്ല. ഇത് വിഷയം മാറുന്നില്ല. ഏതൊരറിവിന് ആണോ ഒരാൾക്കുണ്ടായത് ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധത്തിന് ബാധ വരുന്നു എന്ന് പറയുമ്പോൾ രജ്ജു സർപ്പത്തിലെ ബാധ പോലെ അല്ല. അവിടെ എന്താണ് പറയുന്നത്? ഇത് സർപ്പമല്ല, രജ്ജുവാണ്. ഇവിടെ അങ്ങനെയല്ല. ഏതൊരു ബോധമാണോ തനിക്കുണ്ടായത് ആ ബോധത്തെ നിഷേധിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. അതുണ്ടായതാണ്, വാസ്തവമാണ്, പരമാർത്ഥമായതുകൊണ്ടാണ് അതുണ്ടായത്. ഈ തത്വ ശ്രവണ മനനം ചെയ്തപ്പോൾ തനിക്കുണ്ടായ നിശ്ചയം എന്താണ്? താൻ ഈ ശരീരമല്ല, മറിച്ച് പരമാർത്ഥ വസ്തുവാണ്. ഇതിൽ മിഥ്യയായ അഭിമാനം മാത്രമാണുള്ളത്. അവിവേകം കൊണ്ടുള്ള ഒരു താതാത്മ്യപ്പെടലാണ് ഈ ശരീരത്തിനോടുള്ളത്. മറിച്ച് തന്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണ്. ഇന്നുള്ള ഈ ബോധത്തെ, അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല, ആ ബോധം ശരിയല്ല എന്നൊന്നും പറയുന്നില്ല. മറിച്ച് ആ സംസ്കാരത്തിന്റെ ബലം കൊണ്ട് ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണെങ്കിലും ഇന്ദ്രിയ പ്രത്യക്ഷമായിരിക്കുന്ന, മനസ്സിന് പ്രത്യക്ഷമായിരിക്കുന്ന ഈ ശരീരത്തിൽ വീണ്ടും സ്വാഭാവികമായി തന്നെ അവന്റെ സംസ്കാര ബലം കൊണ്ട് ആത്മബുദ്ധി വരുന്നു. മറ്റേ ബോധത്തെ തിരസ്കരിക്കാതെ തന്നെ ആ ബോധം തൽക്കാലത്തേക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഈ രണ്ടാമത് വരുന്ന ഈ ബോധത്തെയാണ് പറയുന്നത് അവിദ്യ. അപ്പോൾ വിദ്യ ഒരുവനിൽ ഉണ്ടായിട്ടും അവനിൽ അവിദ്യ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് അതിന് അതിശയമൊന്നുമില്ല. അപ്പോൾ തനിക്കിങ്ങനെയുള്ളൊരു ബോധം ഉണ്ടായതിനു ശേഷം പിന്നെന്താ ഇങ്ങനെ വിപരീത ബുദ്ധി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ബോധം വരാൻ പാടില്ല എന്നില്ല. മറിച്ച് അവശ്യം ഭാവിയായി അങ്ങനെ ഒരു ബോധം വന്നേ തീരൂ. എന്തുകൊണ്ട്? ആത്മാനാത്മ വിവേകം അവിടെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ വീണ്ടും
ശ്രവണ മനന നിധ്യാസനങ്ങൾ ആവശ്യമായി വരുന്നു. ആദ്യം ശ്രുതിയിൽ നിന്ന് താല്പര്യ ബോധമുണ്ടായി, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അടുത്ത നിമിഷം പഴയ സംസ്കാരമനുസരിച്ച് ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ദേഹാത്മബോധം വരും. അത് സാമാന്യമായി പറയും, അത് മുമ്പ് വന്ന ബോധത്തെ ബാധിച്ചുകൊണ്ടുവന്നു എന്ന് പറയും. ബാധിച്ചുകൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണോ ആ ബോധത്തിന്റെ സ്ഥാനത്ത് പുതിയൊരു ബോധം വന്നു. ഇതാണ് നമ്മുടെ അനുഭവം. തത്വശ്രവണം ചെയ്യുമ്പോൾ, തത്വത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയരഹിതമായി ബോധിക്കുന്നു. ആ യുക്തികളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അന്യന്റെ യുക്തികളാണ്, പക്ഷെ അതിനെ നമ്മൾ സ്വാംശീകരിക്കുന്നു. ഭാഷ്യകാരന്റെ യുക്തിയായിരിക്കും, അല്ലെങ്കിൽ ശ്രുതിയുടെ യുക്തിയായിരിക്കും. പക്ഷെ ആ യുക്തികളെയൊക്കെ നമ്മൾ സ്വാംശീകരിക്കുന്നു. സ്വാംശീകരിച്ചുകൊണ്ട് സ്വന്തം ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാകും. ആ ബോധം ഉണ്ടാകുമ്പോൾ അവിടെ ശരീരബോധമില്ല. ഒരേ സമയം രണ്ട് ബോധത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അത് പരമാർത്ഥ ബോധമാണ്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഉണ്ടായി വരുന്ന ബോധം പരമാർത്ഥം എന്നല്ല പറയുന്നത്. തന്റെ ഉള്ളിൽ ഏതൊരു പരമാർത്ഥമാണോ ഉള്ളത് ആ പരമാർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായപ്പോൾ അറിവ് പുസ്തകം എന്നല്ല പറയുന്നു. വിഷയം എങ്ങനെയോ അങ്ങനെ ഒരു അറിവുണ്ടാകും. ഇവിടെ എന്താണ് വിഷയം എന്ന് പറയുന്നത്? പരമാർത്ഥ സ്വരൂപമാണ്. ഉടനെ അവനങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ആ ബോധം നീക്കിയ വീണ്ടും അടുത്തെന്ത് ചെയ്യുന്നു? മറ്റൊരു ബോധം വരുന്നു. മറ്റൊരു ബോധം വരുമ്പോൾ പിന്നെ ഇതിനവിടെ നിലയില്ല, നിൽക്കാൻ ഇടമില്ല. ആത്മബോധം അവിടെ മാറിപ്പോകുന്നു. വീണ്ടും ശരീരബോധം വരുന്നു. ശരീരബോധം വരികയും ആ ശരീരബോധം തുടരുകയും ചെയ്താലോ അവന്റെ മനസ്സ് കാമക്രോധാദികൾക്ക് അടിമപ്പെടും, വ്യവഹാരത്തിന് അടിമപ്പെടുന്നു, ലോകവ്യവഹാരത്തിലേക്ക് അവൻ പോകുന്നു. അവിടെ പിന്നെന്താ? അതിനാണ് പറയുന്നത് ആത്മവിദ്യ. വീണ്ടും ആത്മവിദ്യ അവിടെ കൊണ്ടുവരിക. മുമ്പ് ഏതൊരു ആത്മവിദ്യയാണോ ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ചയായിട്ടൊരു ആത്മവിദ്യ അവിടെ കൊണ്ടുവരിക. കാരണം ആ ആത്മവിദ്യ ഇപ്പം ഇല്ലല്ലോ, അത് പോയല്ലോ. അതിനെ വലിച്ചു നീട്ടാനൊന്നും കഴിയത്തില്ല. അതിനെന്ത് ചെയ്യണം? പറയുന്നു മനനം. അപ്പൊ ശ്രവണം എന്ന് പറയുമ്പോൾ ശ്രവണത്തിന് പ്രാധാന്യവും, കേൾക്കുക എന്നുള്ള തത്വത്തെ ശ്രവിക്കുക എന്ന് പറയുന്നതിന് പ്രാധാന്യവും മനന നിധ്യാസനങ്ങൾക്ക് അപ്രാധാന്യവും വരും. മനനം എന്ന് പറയുമ്പോൾ ആ വിചാരത്തിന് പ്രാധാന്യം വരുന്നു. ശ്രവണ നിധ്യാസനങ്ങൾ അവിടെ മുഖ്യമല്ലാതെ ആവുന്നു, ഗൗണമായി തീരുന്നു. അതുകൊണ്ട് രണ്ടാമത് പറയുന്നു മനനം കൊണ്ട്. മനനം എന്താണ്? ജ്ഞാനരൂപത്തിലുള്ളതാണ്. മുമ്പ് ഏതൊരു ജ്ഞാനമാണോ ഉണ്ടായത് അതിന് സമാനമായ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന്റെ തുടർച്ചയല്ല. ആദ്യം ആ ബോധം ഉണ്ടായി, അത് കഴിഞ്ഞ് ദേഹാത്മബോധം ഉണ്ടായി. അപ്പോൾ പിന്നെ ജ്ഞാനത്തിന്റെ തുടർച്ചയില്ല. ജ്ഞാനവിടെ മുറിഞ്ഞുപോയി സ്വാഭാവികമായിട്ട്. പക്ഷെ ആ ദേഹാത്മബോധത്തെ നിരാകരിച്ചുകൊണ്ട് വീണ്ടും ജ്ഞാനം ഉണ്ടാകും. അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. എങ്ങനെ? അത് പറയുന്നു മനനം കൊണ്ട്. മനനം കൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മനനത്തിനാണ്, ആത്മവിചാരത്തിനാണ്. അല്ല താൻ ഈ ശരീരത്തോടു കൂടിയവനാകാൻ വഴിയില്ല, താൻ ഈ ശരീരത്തിൻ്റെതല്ല, മറിച്ച് ഈ ശരീരം തൻ്റേതാണ്, താൻ ഈ ശരീരത്തിൻ്റെതല്ല എന്നിങ്ങനെ ശരീരത്തിൽ നിന്നുള്ള ആ മുക്തി, സ്വസ്വരൂപത്തിന്റെ അതിനെ അവൻ ബോധിക്കുന്നു, വിചാരം കൊണ്ട് ബോധിക്കുന്നു. അത് മനനം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മുമ്പുണ്ടായ ജ്ഞാനത്തിന് സമാനമായ ജ്ഞാനം വരുന്നു.
സമാനമായ ജ്ഞാനം വരുമ്പോൾ അത് ഒരേ ജാതിപ്പെടുന്ന ജ്ഞാനമായി. അപ്പോൾ ജ്ഞാനത്തിന് ബലം വരുന്നു. അതാണ് ജ്ഞാനബലം എന്ന് പറയുന്നത്. ആ ബലം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ആ ദേഹബോധം അത് തിരസ്കരിക്കപ്പെടുന്നു. ആത്മബോധം കൊണ്ട് ഇത് തുടരുന്നു. അതാണ് മനനത്തിന്റെ ആവൃത്തി. ആത്മബോധം തുടർന്നു വരുന്ന ദേഹബോധം, വീണ്ടും മനനം കൊണ്ടുവരുന്ന ആത്മബോധം, ഇതിങ്ങനെ തുടരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടെ തത്വത്തെ ശ്രവിക്കുന്ന ഒരാൾക്ക്, ശ്രവണമനനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക്, മുമുക്ഷുവിന് അയാൾ സർവകർമ്മ സന്യാസത്തോടു കൂടിയാണ് ശ്രവിക്കുന്നതെങ്കിലും അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. തത്വം വിട്ടുപോകാം, ദേഹാത്മബോധം വരാം, വീണ്ടും തത്വത്തിലേക്ക് വരാം. ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ മനനം കൊണ്ട് അതിന്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആത്മവിദ്യ അശേഷ വിഷയ ദൃഷ്ടി തിരസ്കരണം, ശരീരബോധം, ആ ശരീരബോധത്തെ തുടർന്നു വരുന്ന പ്രപഞ്ചബോധം, ആ പ്രപഞ്ചബോധത്തെ തുടർന്നു വരുന്ന പ്രപഞ്ചത്തിലുള്ള സത്യത്വബുദ്ധി, ആ സത്യത്വബുദ്ധിയാണ് പ്രപഞ്ചബോധത്തെ തിരസ്കരിക്കാൻ നോക്കുന്നത്. ഒരാൾ ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോധമുള്ളിടത്തോളം കാലം അയാൾക്ക് പ്രപഞ്ചബോധം കാണും. ജാഗ്രത് ബോധം തന്നെ പ്രപഞ്ചബോധം. പിന്നെ പ്രപഞ്ചബോധത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ജാഗ്രത വരാതില്ല. അതിന് പറയും ഉറങ്ങിയാൽ മതി, സുഷുപ്തിയിലിരിക്കും. ഇവിടെ അതല്ല ഉദ്ദേശിക്കും. സുഷുപ്തിയിലിരുന്നുകൊണ്ട് കാര്യമില്ല. ഇവിടെ എന്ത് വേണം? ആത്മബോധം വേണം. ആത്മബോധം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ പ്രപഞ്ചബോധവും വരും. ആ പ്രപഞ്ചബോധം വരുന്നതിന് ദോഷമില്ല. അതിൽ വരുന്ന സത്യത്വ ബുദ്ധിയാണ് ദോഷം ചെയ്യുന്നത്. പ്രപഞ്ചബോധം എന്തുകൊണ്ട് ദോഷമില്ല? പ്രപഞ്ച സത്തായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം സച്ചിദാനന്ദമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം സച്ചിദാനന്ദമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ പ്രപഞ്ചദോഷത്തിൽ എന്താ ദോഷം? ഒരു ദോഷമില്ല. അത് സച്ചിദാനന്ദമാണ് എന്നറിയുമ്പോൾ അവിടെ ദോഷമൊന്നുമില്ല. പക്ഷേ ആ സത്വം അത് പരമാർത്ഥ സത്യത്തിൽ നിന്ന് വേറിട്ട പ്രപഞ്ചത്തിൻ്റെതാണ് എന്ന് ധരിക്കുന്നിടത്താണ് ദോഷം. അതാണ് പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കുന്നതിനാണ് മനനത്തിന്റെ ആവശ്യം പറയുന്നത്. അവിടെ ജ്ഞാനത്തിന് ബലമുണ്ട്. ജ്ഞാനം ഒന്നിനെ തുടർന്ന് ഒന്നായി വരുമ്പോൾ അതിന് ബലം വരും. അങ്ങനെയാണല്ലോ. ഏത് കാര്യമായാലും ഒന്നിനെ തുടർന്ന് ഒന്നായി വരുമ്പോൾ അതിന് ബലം കൂടും. വിവേകദാർഢ്യം, ജ്ഞാനദാർഢ്യം, ജ്ഞാനബലം, ജ്ഞാനശുദ്ധി, ഇത് ആധ്യാത്മിക ജ്ഞാനത്തിലല്ല, സർവത്ര ജ്ഞാനത്തിൽ ഇങ്ങനെയാണ്. ജ്ഞാനത്തിന്റെ ആവൃത്തി കൊണ്ട് ജ്ഞാനത്തിന് ബലം വരുന്നു, ദൃഢത വരുന്നു. അതുപോലെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അത് മനനം കൊണ്ട് ആ ജ്ഞാനം അവന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും വരുമ്പോൾ ആ ജ്ഞാനത്തിന് ദൃഢത വരും. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവൻ അനാത്മദൃഷ്ടിയെ തിരസ്കരിക്കുന്നു. ശരീരബോധത്തെ അവൻ തിരസ്കരിക്കുന്നു. ശരീരബോധത്തെ തിരസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ബോധമില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അല്ല ശരീരബോധം ഇല്ലാതാകുന്നുണ്ടല്ല. ശരീരബോധം ദോഷമുള്ള കാര്യമല്ല. അഗ്നിയെക്കുറിച്ചുള്ള ബോധം പൊള്ളിക്കത്തില്ല. മറിച്ച് ആ ബോധത്തിനെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങളാണ് അവിടെ പൊള്ളിക്കുന്നത്. അതുപോലെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം അതല്ല, മറിച്ച് ആ ശരീരബോധത്തെ തുടർന്നു വരുന്ന വ്യവഹാരങ്ങൾ എന്താണ്? ആ ശരീരബോധത്തിൽ സത്വത്വബുദ്ധി, ആ ശരീരബോധത്തോട് അവിവേകം കൊണ്ട് താതാത്മ്യപ്പെടുക,
ശരീരസംബന്ധമായി വരുന്ന ക്ഷുത്പിപാസാദികളെ തന്റേതെന്ന് ധരിക്കുക, മനസ്സിന്റെ ഭാഗമായി വരുന്ന കാമക്രോധാദികളെ തന്റേതെന്ന് ധരിക്കുക. ഇങ്ങനെ വരുന്നിടത്താണ് ദോഷം. പൊതുവെ ഇതിനെല്ലാം ചേർത്ത് ശരീരബോധം എന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരീരബോധം എന്ന് പറയുന്നത് കേവല ശരീരപ്രതീതി മാത്രമാണെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടത് സഹജമാണ്. നാമരൂപാത്മകമായി പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സഹജമാണ്. പക്ഷെ അതിന് അവിവേകത്തെ തുടർന്ന് അതിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനോട് താതാത്മ്യപ്പെടുക, സത്യബുദ്ധിയിൽ വ്യവഹരിക്കുക, ഇതൊക്കെയാണ് ദോഷം. അല്ലാതെ ശരീരപ്രതീതിയല്ല. അതൊരു ജീവനെ സംബന്ധിച്ചിടത്തോളം ശരീരം ഉള്ളിടത്തോളം കാലം ശരീരപ്രതീതി ഉണ്ടായിരിക്കും. ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ജീവൻ ഈ ശരീരത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നിടത്തോളം കാലം പരമാർത്ഥ ജ്ഞാനിയാണെങ്കിലും ശരി, ശരീരപ്രതീതി ഉണ്ടായിരിക്കും, പ്രപഞ്ചപ്രതീതി ഉണ്ടായിരിക്കും. ദോഷം ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ അതിനെ വിഷയത്വം കാണുക, അതിനെ സത്യത്വം കാണുക, അതിൽ രാഗദ്വേഷങ്ങളുണ്ടാക്കുക. ഇതിനാണ് വിഷയദൃഷ്ടി എന്ന് പറയുന്നത്. ആ വിഷയദൃഷ്ടിയാണ് ഇവിടുത്തെ ആത്മബോധം കൊണ്ട് വിവേകം കൊണ്ട് തിരസ്കരിക്കേണ്ടത്. അതിന് മനനം ആവശ്യമാണ്. അത് എങ്ങനെ വേണമെന്ന് പറയുന്നു? സന്യാസപൂർവകമായ മനനം ആവശ്യമാണെന്ന് പറയും. സർവകർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസപൂർവകമായ മനനം അത് കർശനമായി പറയുന്നു. ജ്ഞാനവും സന്യാസവും ഒരുമിച്ചുണ്ടായതേ പറ്റൂ എന്ന് പറയും. ആ സന്യാസം കർമ്മത്യാഗരൂപത്തിലുള്ളതാണെന്നും പറയും. അവിടെ ജ്ഞാനത്തിന്റെ ആവർത്തി കൊണ്ട് വീണ്ടും വീണ്ടും അവൻ ആ ബോധം തന്നെ വരുന്നതുകൊണ്ട്, മറിച്ച് ഉള്ള ബോധം, ഇവിടെ പറയുന്ന വിഷയദൃഷ്ടി, അത് കുറയുന്നതുകൊണ്ട് അത് ദുർബലമാകുന്നു. കുറയുന്നത് ദുർബലമാകും. ഇത് ആവർത്തി കൊണ്ട് കൂടുന്നത് കൊണ്ട് ഇത് ദൃഢമാകും. അതാണ് അതിന്റെ ബലം എന്ന് പറയുന്നത്. ബലം അങ്ങനെയല്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയ വിപരീതങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതാണ് ബലം. അത് മാത്രമല്ല ബലം എന്ന് പറയും. ബലം എന്ന് പറയുന്നത് ദൃഢമായ സ്മൃതി പോലെ ഒരു കാര്യത്തെ മനഃപ്പാഠം ചെയ്തു വെച്ചു. ചെറിയ പ്രായത്തിൽ മനഃപ്പാഠം ചെയ്തതാണ് ഗായത്രി മന്ത്രം. വർഷങ്ങൾ കഴിഞ്ഞു മരണസമയത്തും അത് ഓർമ്മയിൽ വരുന്നു. എന്തുകൊണ്ടത്? ദൃഢമായതുകൊണ്ടാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നത്? ആവർത്തനം കൊണ്ട്. അപ്പോൾ ഇവിടെ ദൃഢമായി ബോധിക്കുന്നു, പിന്നെ ആവർത്തിക്കുന്നു. അതാണ് അതിന്റെ ബലം. അപ്പോൾ ആവർത്തനം കൊണ്ടും ബലം വരും. സംശയ വിപര്യാദികൾ മാറുന്നുകൊണ്ടും ബലം വരും. ഏതായാലും ആ ബലം കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക, അനാത്മദൃഷ്ടിയെ തിരസ്കരിക്കുക, പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയെ തിരസ്കരിക്കുക. അതാണ്. അതിന് ഭാഷ്യകാരൻ സന്യാസത്തെ കൂടി വേണം എന്ന് നിർബന്ധമായും പറയുന്നു. അത തദ്ഭാവേന ബാല്യേന തിഷ്ഠാസ്യത്. അപ്പോൾ ആ ജ്ഞാനത്തിന്റെ ബലത്തിൽ, ആ ജ്ഞാനത്തിന്റെ ആവർത്തി കൊണ്ട്, വിഷയദൃഷ്ടിയെ തിരസ്കരിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിൽ നിലനിൽക്കുക. അതാണ് പറയുന്നത് തദ്ഭാവേന ബാല്യേന തിഷ്ഠാസ്യത് എന്ന് പറയും. അപ്പോ നമ്മളിപ്പോൾ പറഞ്ഞു ജ്ഞാനത്തിന്റെ ആവൃത്തി, അതാണ് ജ്ഞാനത്തിന്റെ ബലം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? പ്രപഞ്ചപ്രതീതി ഇതിന് ദോഷമല്ല.
പ്രപഞ്ചപ്രതീതിയുള്ളിടത്ത് ജ്ഞാനബലം, ജ്ഞാനത്തിന്റെ ആവൃത്തി അതുണ്ടാവും. പറഞ്ഞെന്താണ്, ഒരു സമയത്ത് രണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു. ഈ പുസ്തകമാണെന്നുള്ള ജ്ഞാനമുണ്ട്, പുസ്തക പ്രതീതിയുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്കിത് പേനയാണെന്നുള്ള ബോധം കൂടെ ഉണ്ടാകത്തില്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സ്വസ്വരൂപം എന്ന് പറയുന്നത് പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ആ പരമാർത്ഥത്തെ സംബന്ധിച്ച് ഏകമായ ബോധമാണ്. എന്താണ് അത്? നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിരന്തരമാണ്, സർവാന്തരമാണ്. അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ അതിന് യോജിപ്പിക്കാമോ ആ വിശേഷങ്ങളോട് കൂടിയാണ് അതിനെ ഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ബോധവും പ്രപഞ്ചപ്രതീതിയും ഒരേ കാലത്ത് ഇരിക്കുമോ? അല്ലെങ്കിൽ പ്രപഞ്ചപ്രതീതിയിൽ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുമോ? അതായത് പ്രപഞ്ചപ്രതീതി ഇതിന് തടസ്സമല്ല ഈ ഒരു ബോധത്തിന്. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രതീതി ഉള്ളപ്പോൾ തന്നെ ഇത് സത്യമാണെന്നുള്ള ബോധമുണ്ടല്ലോ, അത് പ്രപഞ്ചപ്രതീതിക്ക് തടസ്സമല്ല. പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഇത് സത്യമാണ്, ഇതാണ് സത്യം, ഇതാണ് പരമാർത്ഥം എന്നുള്ള ബോധമുണ്ട്. അപ്പോൾ ഇത് പരമാർത്ഥം എന്നുള്ള ബോധം എങ്ങനെയാണോ പ്രപഞ്ചപ്രതീതിക്ക് തടസ്സമല്ലാതിരിക്കുന്നത്, അതുപോലെ ഇത് പരമാർത്ഥമല്ലെന്നുള്ള ബോധവും പ്രപഞ്ചപ്രതീതിക്ക് തടസ്സമുണ്ട്. അല്ലെങ്കിൽ ഇത് പരമാർത്ഥമാണെന്നുള്ള ബോധം മുമ്പ് ധരിച്ചിരുന്നത് പോലെയല്ല. അജ്ഞനെന്ത് ധരിക്കുന്നു? ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഇത് സ്വയം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചാണ് പരമാർത്ഥം നിൽക്കുന്നത്, ഈ നാമരൂപങ്ങളെ ആശ്രയിച്ച് എനിക്ക് പരമാർത്ഥ ബോധം ഉണ്ടാകുകയാണെന്ന് കരുതുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച പ്രതീതിയുണ്ട്, പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബോധമുണ്ട്. തത്വജ്ഞനാണെങ്കിലോ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുന്നു, ആ പരമാർത്ഥ തത്വത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ച പ്രതീതി നിലനിൽക്കുന്നു. അവിടെ പ്രപഞ്ച പ്രതീതി മാറേണ്ട കാര്യമില്ല. തന്നെ സച്ചിദാനന്ദ സ്വരൂപനായി ഗ്രഹിക്കുന്ന ഒരുവൻ, ഇവിടെ അവസാനം പറയും, സർവവും സച്ചിദാനന്ദ സ്വരൂപനായി ഗ്രഹിക്കുന്ന ഒരുവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച അനുഭവം ഉണ്ടാകുമ്പോൾ, നാമരൂപാത്മകമായ അനുഭവം ഉണ്ടാകുമ്പോൾ തന്റെ പരമാർത്ഥ സ്വരൂപം തന്നെയാണ് ഈ നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ, ആ പരമാർത്ഥ പ്രകാശത്തിൽ വെളിപ്പെടുന്നതാണിതെല്ലാം എന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് വൈരുദ്ധ്യമില്ല. അതിനാണ് പ്രപഞ്ചപ്രതീതി എന്ന് പറയുന്നത്. അപ്പോൾ പരമാർത്ഥ ബോധത്തിൽ പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നതിന് വൈരുദ്ധ്യമില്ലെങ്കിൽ അവിടെ ശാരീരിക ധർമ്മങ്ങളുടെ കേവല പ്രതീതി, മാനസിക ധർമ്മങ്ങളുടെ കേവല പ്രതീതി, പ്രാണധർമ്മത്തിന്റെ കേവല പ്രതീതി ഒന്നും നിഷേധിക്കുന്നില്ല. അവിടെയൊക്കെ എന്താണ്, അതിൽ വിപരീയമായി പരമാർത്ഥബോധം ഉണ്ടാകുന്നതാണ് ദോഷം ചെയ്യുന്നത്. അതാണ് അജ്ഞന് സംഭവിക്കുന്നത്. അജ്ഞനുമുണ്ട് ശരീരധർമ്മങ്ങളുടെ പ്രതീതി, സ്ഥൂലത്വം, കൃശത്വം, ബാല്യം, യൗവനം, വാർദ്ധക്യം, പ്രാണധർമ്മത്തിന്റെ പ്രതീതിയുണ്ട്, ക്ഷുത്പിപാസാദികൾ, അന്ധകരണധർമ്മത്തിന്റെ പ്രതീതിയുണ്ട്, കാമക്രോധാദികൾ. പക്ഷെ അയാളെ സംബന്ധിച്ച് ആ പ്രതീതി അയാൾ പരമാർത്ഥമായി ധരിക്കുന്നു. പരമാർത്ഥത്തിന്റെ പ്രതീതികളായിട്ടല്ല, മറിച്ച് ആ പ്രതീതികളെ പരമാർത്ഥമായി ധരിക്കുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഈ പ്രതീതികളുണ്ട്, പരമാർത്ഥ ബോധമുണ്ട്, തലതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അതിനെ പരമാർത്ഥമായി ധരിക്കുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ വിഷയദൃഷ്ടി ഇവൾക്ക് അയാൾക്ക് ആകർഷണമുണ്ടാകുന്നു, അയാൾക്ക് ആത്മബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാൾ ഈ പിണ്ടാഭിമാനിയായിരിക്കുന്നു. തത്വജ്ഞൻ നേരെ മറിച്ച് ആ പ്രപഞ്ചപ്രതീതി ഉണ്ടെങ്കിലും ഈ
പരമാർത്ഥ ബോധത്തിലാണ് അയാളിൽ പ്രപഞ്ച പ്രതീതി നിലനിൽക്കുന്നത്. അപ്പോൾ ശാരീരിക ധർമ്മങ്ങൾ എങ്ങനെയാണോ ശാരീരിക ധർമ്മങ്ങളുടെ പ്രതീതി, സ്ഥൂലത്വം, മന്ദത്വം, പടുത്വം, കർണപ്രതീതി ഇതെല്ലാം ഉണ്ടാകുന്നു. പ്രാണധർമ്മങ്ങളുടെ പ്രതീതി ഉണ്ടാകുന്നു. ക്ഷുത്പിപാസാദികളുടെ മാനസിക ധർമ്മങ്ങളുടെ കാമക്രോധാദികളുടെ പ്രതീതി ഉണ്ടാകുന്നു. എന്ത് പ്രതീതി ഉണ്ടായാലും ശരി, അതിന് സത്വത്വ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിവേകം കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണം. അതിനെ ചർച്ച ചെയ്യും. മറിച്ച് തത്വജ്ഞാനത്തിൽ ഇതുണ്ട്. അപ്പോൾ തത്വജ്ഞാനത്തിൽ അത്തരം പ്രതീതി ഉണ്ടായിരിക്കെ തന്നെ തത്വജ്ഞാനത്തിന്റെ സവിശേഷത എന്താണ്? അങ്ങനെ ഒരു പ്രതീതി ഉള്ളപ്പോഴും ആ തത്വജ്ഞാനത്തിന്റെ ദൃഢത, അതാണ് ബലമെന്ന് പറയുന്നത്. ആ ദൃഢതയുള്ളത് കൊണ്ട് അജ്ഞനെ പോലെ ഇതിനോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല. ആത്മബോധത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അയാൾ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ല. അതൊന്നും കൂടാതെ തന്നെ അയാൾ ഇതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രവണാദി സാധനങ്ങൾ ചെയ്യുന്നവരവനാണെങ്കിലോ അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടാകുന്നു. ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും അവരുടെ സംസ്കാര ബലം കൊണ്ട് ഈ ശരീര പ്രപഞ്ച പ്രതീതി ഉണ്ടാകുന്നു. അതിലേക്ക് ചിലപ്പോൾ താതാത്മ്യപ്പെടാം, താതാത്മ്യപ്പെടാതിരിക്കാം. അപ്പോൾ താതാത്മ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അയാൾ വിവേകം കൊണ്ട് ആ താതാത്മ്യത്തെ ഒഴിവാക്കുന്നു. അജ്ഞനെ പോലെ അവൻ അതിൽ വിഹരിക്കുന്നില്ല. വിവേകം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ അതിൽ നിന്ന് മുക്തനാകുന്നു. ആ താതാത്മ്യപ്പെടലിൽ നിന്നുള്ള മുക്തി, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള മോചനത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ സ്വയം തന്നിൽ സ്വതന്ത്രനായിരിക്കുന്നു. അയാൾ